അപ്പോൾ വീട്ടിലെത്തി എനിക്ക് കൈ നിറയെ സമ്മാനങ്ങളായിട്ടാണ് കേട്ടോ എൻ്റെ അനിയൻ നിൽക്കണത്. ഇതൊക്കെ ഒന്ന് നോക്കി നോക്കണം നിങ്ങൾ, എന്ത് രസമാണല്ലേ. ഇത് എൻ്റെ അനിയത്തി തന്ന ഗിഫ്റ്റിന് ഞാൻ കൊടുത്ത സമ്മാനം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അനിയൻ, ഫസ്റ്റ് തൊട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇതാണ് എൻ്റെ അനിയൻ, എൻ്റെ കുട്ടുവാണിത്. കുട്ടു എന്നാണ് നമ്മൾ വീട്ടിൽ വിളിക്കുക. അപ്പോൾ എനിക്ക് അവൻ എന്തോ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 2 ദിവസം മുന്നേ. അപ്പോൾ അവൻ എനിക്ക് എന്തൊക്കെയോ ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അതിൻ്റെ ഒരു തന്ത്രപ്പാടിലാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് തൊട്ടപ്പം മനസ്സിലായിട്ട് അതൊരു പാവക്കുട്ടിയാണെന്ന്. കാരണം അത് പി എന്നിങ്ങനെ ആവുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്താണെന്ന് പറയുക, ഓടിയുടെ ചിഹ്നമുള്ളതുകൊണ്ടാണ് അത് വാങ്ങിച്ചത്, ആ പാവക്കുട്ടിയാണ് വാങ്ങിച്ചത്. ഇനി എല്ലാം കാണാൻ പോണതാണ് ഭയങ്കര എന്താ പറയുക, എന്നെ ഭയങ്കര ഇമോഷണലാക്കിയ കാര്യം കേട്ടോ. അവൻ ഇങ്ങനെ എഴുതിയത് മാത്രം എന്താ പറയുക, എങ്ങനെ ഞാൻ അത് പറഞ്ഞ ഫീലിങ്സ് അറിയിക്കുകയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്നെ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. ഞാനെപ്പോഴും ഹോസ്റ്റലിൽ ഇരിക്കുന്ന ടൈമിൽ അവനെ എപ്പോഴും വീഡിയോ കോൾ വിളിക്കുമ്പോൾ അവൻ പറയാറുണ്ട് കേട്ടോ, ചേച്ചിക്കൊരു ഗിഫ്റ്റ് ഉണ്ട് എന്നിട്ട്. അപ്പം ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവൻ എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചേക്കാണെന്നാണ് കേട്ടോ. ഇതിലിതാ ഐ ലവ് യു അനാമി, ഹാപ്പി ബർത്ത്ഡേ അനാമി എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും അവൻ അറിയണ എല്ലാ ലാംഗ്വേജിലുമാണ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരേ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് തോന്നുന്നത്. ഇതൊക്കെ എവിടെ നിന്ന് കാണുന്നതാണാവോ, യൂട്യൂബ് ഷോർട്സിലാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. എന്നിട്ട് ഇത് എന്നെക്കൊണ്ടും ചെയ്യിപ്പിക്കുകയാണ്. ഇതിങ്ങനെ മടക്കി ചുരുട്ടി വെച്ചിട്ട് ഊതി കഴിയുമ്പോൾ അത് നിവരും. ഇതൊന്നും നമുക്കറിയില്ലല്ലോ അല്ലേ. പക്ഷെ എന്നാലും ഞാൻ അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടാ. പിന്നെ ഇതിൽ എങ്ങനെ ഇവന് ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊന്നും ഇല്ലാണ്ട് എഴുതിയാണാവോ, ആരെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതെന്താണെന്നറിയോ, നഴ്സിംഗ് പഠിക്കണ എനിക്ക് 1 ക്ലാസ്സിൽ പഠിക്കണ എൻ്റെ അനിയൻ ഉണ്ടാക്കി തന്ന ബുക്കാണ് കേട്ടോ, 2 ലൈൻ ബുക്ക്. എനിക്ക് നഴ്സിംഗ് അതിൽ എഴുതി പഠിക്കാമല്ലോ. കുഞ്ഞൊരു പോക്കറ്റ് ബുക്കും തന്നിട്ടുണ്ട് കേട്ടോ, ഐ ലവ് യു എന്നൊക്കെ എഴുതിയിട്ട്. എന്തായാലും ഭയങ്കര സന്തോഷം. എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് കേട്ടോ അത്. ഭയങ്കര ഹാപ്പിയാണേ.